ഹായ് മക്കളെ, നമ്മുടെ കീം 2026 ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ നമുക്ക് കീം 2026 ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ക്വിക്ക് വീഡിയോ ആണ്. നേരെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മക്കൾ, ആദ്യമായിട്ട് നിങ്ങൾ എന്താ ഇവിടെ കാണുന്നത്? ഡേറ്റ് അല്ലേ? നമ്മളെ പരീക്ഷേൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 13 മുതൽ 25 വരെയാണ് പരീക്ഷയുടെ ഡേറ്റ്. അത് വിവിധ ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അത് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, നിങ്ങൾക്കറിയാം. പരീക്ഷയായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഡേറ്റുകളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന്. എക്സാമിൻ്റെ ഡേറ്റ് ഏപ്രിൽ 13 മുതൽ 25 വരെയാണ്. രണ്ടാമത് നമ്മുടെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഈ രണ്ട് ഡേറ്റുകളാണ് ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അല്ലേ? നമ്മുടെ അപേക്ഷ കൊടുക്കേണ്ട, ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാരൻറ്റിൻ്റെ ഫോൺ വന്നു. സാറേ, ഞങ്ങൾ കീം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, അതെന്താ? സാറേ, ഞങ്ങൾ നീറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്, അപ്പോൾ കീം എന്തിനാണ് വെറുതെ അപ്ലൈ ചെയ്യുന്നത്? ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതൊരു ഇൻഫർമേഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചില കാര്യങ്ങൾ മറന്നുപോകും. ഒരു കാര്യം വ്യക്തമായിട്ട് പറയും. ഏതൊക്കെ കോഴ്സുകളാണ് ഇപ്പോൾ ഈ കീം 2026 വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ കോഴ്സുകൾ ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഇതാ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി എന്തൊക്കെയാണ് അവിടെ കാണുന്നത്. പ്രധാനമായും നമുക്ക് BTech അല്ലേ, വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലുള്ള BTech ആണ് പ്രധാനമായിട്ടും കീം പരീക്ഷയായിട്ട് നടക്കുന്നത്. അതിൻ്റെ കൂടെ BPharm, ഈ രണ്ട് കാര്യങ്ങളാണ് എക്സാമിനേഷനായിട്ട് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ MBBS, BDS, BAMS മീൻസ് ആയുർവേദ, ഹോമിയോ, BHMS, വെറ്റിനറി, അഗ്രികൾച്ചർ, പിന്നെ ഫിഷറീസ്, ഫോറസ്ട്രി, ഇത്തരം എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട് ചെയ്യുന്ന സീറ്റുകളിലേക്ക്, ഒന്നുകൂടെ ഞാൻ പറയാം, കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട് ചെയ്യുന്ന സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആ സീറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും കീം ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ആ ഒരു അമ്മയുടെ ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. മാഡം, നിങ്ങൾക്ക് നീറ്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും കേരളത്തിൽ നിങ്ങൾക്ക് MBBS സീറ്റ് വേണമെങ്കിൽ, കേരളത്തിൽ നിങ്ങൾക്ക് BDS സീറ്റ് വേണം, കേരളത്തിൽ ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ് ഇതൊക്കെ വേണമെങ്കിൽ നിർബന്ധമായി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു സംശയം തീർന്നോ മക്കളെ? ആരൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കീം 2026 അപ്ലൈ ചെയ്യേണ്ടത്? ഒന്നും കൂടെ ഞാൻ പറയാം. എഞ്ചിനീയറിംഗുകാർ, പിന്നെ ഒരു കാര്യം കൂടെ അതിൽ വന്നിട്ട് ആർക്കിടെക്ചറുകാർ അപ്ലൈ ചെയ്യണം. ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. എഞ്ചിനീയറിംഗുകാർ അപ്ലൈ ചെയ്യണം, ആർക്കിടെക്ചറുകാർ അപ്ലൈ ചെയ്യണം, BPharmകാർ അപ്ലൈ ചെയ്യണം, പിന്നെ ആരാ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സ്. ആ കോഴ്സുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ പെട്ടെന്ന് ക്വിക്കായിട്ട് പറയാം. MBBS, BDS, BAMS ആയുർവേദ, ഹോമിയോ, വെറ്റിനറി, പിന്നെ ഏതാ, BSc അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്റ്റ്, പിന്നെ BUMS ഒക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. അപ്പോൾ സർവ്വവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് കേരളത്തിൽ പ്രവേശന ആഗ്രഹമുള്ള മുഴുവൻ ആൾക്കാരും ജനുവരി 31 അപേക്ഷ കൊടുക്കണം. ക്ലിയർ ആയല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്, ഡോക്യുമെൻറ്റ്സ്. അപ്പം നേരത്തെ തന്നെ കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രധാനമായിട്ടും വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ അവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ഈ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ സാധാരണഗതിയിൽ നടക്കുന്നൊരു കാര്യം, ഈ അക്ഷയ കേന്ദ്രത്തിലേക്ക് ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഫോട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, ആ ഫോട്ടോ സ്കാൻ ചെയ്യണം. അപ്പം നോർമലി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ അതെന്ത് ചെയ്യാം, ഒരു JPEG ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറയാം. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ് സൈസിലുള്ള 100 KB സൈസിൻ്റെ ഉള്ളിലുള്ള ഒരു ഫോട്ടോ തന്നെ, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിൽ വളരെ ഡാർക്കായിട്ടുള്ള ഈ സ്പെക്സ് വെക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ മുഖം കംപ്ലീറ്റ് ആയിട്ട് മറക്കുന്നത് ഒഴിവാക്കുക, ചെവിയൊക്കെ മറക്കുന്നത് ഒഴിവാക്കുക. ഒരു ക്ലിയർ ഫേസുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഫോട്ടോയിൽ പേര്, ഡേറ്റ് വേണമെന്ന് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇതാണ് ആദ്യമായിട്ട് വേണ്ടത്. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം നിങ്ങളുടെ സിഗ്നേച്ചർ. 100 KB സൈസിൽ കുറവുള്ള നിങ്ങളുടെ സിഗ്നേച്ചർ, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷനിൽ തന്നെ ആ സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ബ്ലാക്ക് ഇങ്ക് കൊണ്ട് സിഗ്നേച്ചർ ഇട്ടിട്ട് അതും കൂടെ സ്കാൻ ചെയ്യാം. ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട JPEG ഇമേജസ് വരുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ നിങ്ങളുടെ നാഷണാലിറ്റി പ്രൂഫ് വേണം. ഇപ്പം നാഷണാലിറ്റി പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. അത് നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, പിന്നെ നിങ്ങളുടെ SLC ബുക്ക്, അതായത് സാധാരണഗതിയിൽ 10th സാധാരണ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ എനിക്കൊന്ന് പ്ലേസ് ഓഫ് ബർത്ത് അതിൽ കാണിച്ചിട്ടുണ്ടാകും, അത് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് എടുക്കണം. അതൊക്കെ നമുക്ക് PDF ഫോർമാറ്റിലാണ്, ഒരു 500 KB സൈസിൻ്റെ അകത്തുള്ള PDF ഫോർമാറ്റിലാണ് ആക്കേണ്ടത്. പിന്നെ അതിൽ കാണിച്ചിരിക്കുന്നത് 10th സർട്ടിഫിക്കറ്റ് നേരത്തെ പറഞ്ഞു. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഈ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കേസിൽ വളരെ കാര്യമായ കൺഫ്യൂഷൻസ് വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മുടെ കേരളയിട്ട്, അതായത് ഈ കേരള എൻട്രൻസ് കമ്മീഷണർ ഈ പ്രവേശനം നടത്തുന്നത് കേരളത്തിലെ കുട്ടികൾക്കാണല്ലോ, മലയാളികളായ കേരളത്തിലെ കുട്ടികൾക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാറ്റിവിറ്റി, നമ്മുടെ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 3 കാറ്റഗറികളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന്, കുട്ടി കേരളത്തിൽ ജനിച്ചിരിക്കുന്നു.
പാരൻ്റ് കേരളത്തിൽ ജനിച്ചിരിക്കുന്നു, അതായത് അച്ഛനും അമ്മയും കേരളത്തിൽ ജനിച്ചിരിക്കുന്നു. ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നാറ്റിവിറ്റി ക്ലിയർ ആണ്. പക്ഷെ അതിന് നമുക്ക് ഒരു പ്രൂഫ് വേണ്ടേ. ആ പ്രൂഫിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് 10th സർട്ടിഫിക്കറ്റ് ചെയ്യാം. 10th സർട്ടിഫിക്കറ്റ് പ്ലേസ് ഓഫ് ബർത്ത് കേരള എന്ന് കാണിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് എടുക്കുന്ന അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴി എടുക്കുന്ന നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ചെയ്യാം ഈ ഒന്നാമത്തെ കാറ്റഗറിക്ക്. ഇനിയിപ്പോൾ ചിലപ്പോൾ കുട്ടികൾ കേരളത്തിൽ ജനിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഗൾഫിൽ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ, ദുബായിൽ ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് കേരളത്തിൽ കിട്ടും, നാറ്റിവിറ്റി കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക? ആ കുട്ടിയുടെ പാരൻറ്റ്, അതായത് രക്ഷിതാവ് കേരളത്തിൽ ജനിച്ചാൽ മതി, അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചാൽ മതി. അപ്പോൾ ഈ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ളതിന് എന്താ കൊടുക്കുക? സർട്ടിഫിക്കറ്റ്, അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അവരുടെ SLC ബുക്ക് കൊടുക്കാം. പിന്നെ ഈ കുട്ടിയായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നതിന് കുട്ടിയുടെ 10th സർട്ടിഫിക്കറ്റിൽ തീർച്ചയായിട്ടും പാരൻ്റെ പേരുണ്ടാവുമല്ലോ, അതും കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. പിന്നെ നമുക്കൊരു 5 ഇയേഴ്സ് കേരളത്തിൽ താമസിച്ച് കേരളത്തിലെ സ്കൂളുകൾ പഠിച്ച കുട്ടികളാണെങ്കിൽ ആ കാറ്റഗറിയിലും കൂടെ നാറ്റിവിറ്റി കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നത് തമിഴ്നാടാണ്, അച്ഛനും അമ്മയും തമിഴ്നാടാണ്, പക്ഷേ കുട്ടി ഇവിടെ 8 വർഷത്തോളം കേരളത്തിൽ പഠിച്ചിട്ടുണ്ട്. മതി, ആ ഒരു സെഷനിൽ നമുക്ക് ആ കുട്ടിക്ക് അപ്ലൈ ചെയ്യാം, നാറ്റിവിറ്റി നമുക്ക് ആ കാറ്റഗറി വെച്ച് അപ്ലൈ ചെയ്യാം. അത് വ്യക്തമായിട്ട് കാറ്റഗറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഏതിലാണ് സെലക്ട് ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും കൂടെ തീർച്ചയായിട്ടും ഹാജരാക്കണം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഒരുപാട് കുട്ടികളുടെ അപ്ലിക്കേഷനിൽ ബുദ്ധിമുട്ടുകൾ വന്നത് റിജക്റ്റ് ചെയ്യില്ല. പരമാവധി ഇപ്പോൾ കേരള ഒരു എൻട്രൻസ് കമ്മീഷണറുടെ ഒരു നമുക്ക് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം, ഈ കമ്മീഷണറേറ്റിൻ്റെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് എത്ര മിസ്റ്റേക്ക് വന്നാലും പരമാവധി തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരമാവധി കുട്ടികൾക്ക് തിരുത്താൻ അവസരം കൊടുത്ത് അവർ തിരുത്തിയത് നാറ്റിവിറ്റി കാറ്റഗറിയിലാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം മക്കളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും, OBC ഉണ്ടാവും, SC ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ടാവും, EWS ഉണ്ടാവും. ഇതിനൊക്കെ കാറ്റഗറി സർട്ടിഫിക്കറ്റുകളുണ്ട്. ഈ ഒരു 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങളുടെ കാറ്റഗറിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ OBC ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനം അതായത് നിശ്ചിത പരിധിക്കുള്ളിലാണ് തെളിയിക്കുന്ന നോൺ ക്രിമി ലെയർ, അതായത് NCL സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ നമുക്ക് ഫെബ്രുവരി 7 വരെ സമയമുണ്ട്. പക്ഷേ അത് നേരത്തെ തന്നെ കിട്ടി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. ഓക്കെ, അങ്ങനെ EWS സർട്ടിഫിക്കറ്റ്, പിന്നെ SC ST വിഭാഗക്കാരുടെ അവരുടെ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നേരത്തെ ഹാജരാക്കണം, നേരത്തെ തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ 2 മൊബൈൽ നമ്പേഴ്സ് വേണം. അപ്പോൾ ആദ്യം ഒരു മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്, പിന്നീട് ആപ്ലിക്കേഷൻ്റെ ഒരു ഘട്ടത്തിൽ ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പറും കൂടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മക്കളൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഈ മൊബൈൽ നമ്പർ ശ്രദ്ധിക്കണം, ഈ കയ്യിൽ കൊണ്ടുപോകുന്ന മൊബൈൽ നമ്പറിലേക്കാണ് OTP വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇല്ലാത്ത വിദൂരത്തുള്ള അല്ലെങ്കിൽ വളരെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരാളുടെ മൊബൈൽ നമ്പറാണ് കൊടുത്തതെങ്കിൽ ഈ അക്ഷയ കേന്ദ്രത്തിൽ ചെയ്യുന്ന ചേച്ചി നിങ്ങളോട് ചോദിക്കും, ആ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ചേച്ചി ആ മൊബൈൽ എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് തടസ്സപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ആക്സസിബിൾ ആയ ആ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. മനസ്സിലല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ. പിന്നെ ഇമെയിൽ ഐഡിക്കും അങ്ങനെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. പലരും പഴയ ഇമെയിൽ ID ആണ് കൊടുക്കുക, അതിന് പാസ്വേഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നിഷിത എന്നാണ് കുട്ടിയുടെ പേരൊക്കെ, നിഷിത VK 2026@gmail.com എന്നുള്ളൊരു പുതിയൊരു ഇമെയിൽ ID ഉണ്ടാക്കുക. കാരണം ഒരു ഇമെയിൽ ID ഉണ്ടാക്കാൻ എത്ര സമയം വേണം നിങ്ങൾക്കറിയാം. അത് വളരെ ചെറിയ സമയത്തിന് അത് അതിന് മാത്രം യൂസ് ചെയ്യുക. അതിൻ്റെ പാസ്വേഡ് വേണമെങ്കിൽ പാരൻസിന് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈവസീൻ്റെ കുഴപ്പങ്ങളൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിൽ അവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു പുതിയൊരു ഇമെയിൽ ID കൂടെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പാസ്വേഡൊക്കെ എവിടെയെങ്കിലും എഴുതി വെച്ച് കൊടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചായ കുടിച്ച് കഴിഞ്ഞാലോ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാലോ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗൂഗിൾ പേ, Paytm ഒക്കെ വെച്ചിട്ടല്ലേ. പക്ഷേ ആ സംവിധാനം ഇതിലില്ല. അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. അതിന് ഡെബിറ്റ് കാർഡ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് വഴിയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കയ്യിൽ കരുതണം കേട്ടോ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഡിലേ ആവും. നോർമലി ഞാൻ ഈ ആധാർ കാർഡ് ഇത് കാണുന്നുണ്ടല്ലോ, വ്യക്തമായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ആധാർ കാർഡും കൂടെ കയ്യിൽ വെക്കാം, ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സിൽ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് കൊണ്ടുവരും, അല്ലെങ്കിൽ ആധാർ നമ്പർ പറയും, അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ചേച്ചി പേയ്മെൻറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സമയം കുറച്ച് ഡിലേ ആവും. അപ്പോഴേക്ക് അടുത്ത ആൾ വരും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഈ സംഗതികളൊക്കെ ഒന്ന് റെഡിയാക്കുക. അപ്പോൾ മക്കളെ ക്ലിയർ ആയല്ലോ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? ഓക്കെ മക്കളെ, ഇപ്പോഴും നമ്മൾ എന്താ കാണുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഞാനിത് അവിടെ നിന്ന് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ബോർഡ് പോലെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പേ കീപ്പ് ഓൾ ഡോക്യുമെൻറ്റ്സ് സ്കാൻഡ് ആൻഡ് റെഡി ഇൻ കറക്റ്റ് സൈസ് ആൻഡ് ഫോർമാറ്റ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഡിലേ വരുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ റെഡിയാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ യൂസ് എ വാലിഡ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID. അപ്പോൾ അത് പിന്നീട് മാറ്റാൻ പറ്റില്ല, ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഒന്നും കൂടെ, അതായത് ഇത് ശരിക്കും ആരുടെ റെസ്പോൺസിബിലിറ്റി? ആപ്ലിക്കേഷൻ ശരിയായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്.
ഒരു ദിവസം 10, 20, 50 ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അപ്പം നമ്മളെപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യുക, കൊടുക്കുന്ന ഇൻഫർമേഷൻ കറക്റ്റാണോ, നിങ്ങളുടെ പേര് കറക്റ്റാണോ, ഫാദറിൻ്റെ പേര് കറക്റ്റാണോ, അതൊക്കെ ഒന്നും കൂടെ നോക്കിയിട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊന്നും കൂടെ നോക്കുക. ഇനിയാണ് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് സ്റ്റെപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോർമലി നിങ്ങൾ സൈറ്റിലേക്ക് പോവാം, ce.kerala.gov.in. അപ്പോൾ സൈറ്റ് നോർമലി പല രീതിയിലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ ക്വിക്കായിട്ട് ഒരു 5 minutes കൊണ്ട് നിങ്ങളേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഫോർമാറ്റിലാണ് ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ടോട്ടൽ ആപ്ലിക്കേഷന് ഞാൻ 16 സ്റ്റെപ്പുകളായിട്ട് ചെറുതാക്കിയിട്ടുണ്ട്. ആ 16 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ സൈറ്റ് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഒന്നും കൂടെ 1-2 പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ചെയ്യുകയാണ് ക്വിക്കായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 to 20 minutesൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡോക്യുമെൻറ്റ്സ് റെഡിയാണല്ലോ. അപ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പ് 1. എന്താ സ്റ്റെപ്പ് 1 അവിടെ കാണുന്നത്? സ്റ്റെപ്പ് 1 നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് വിസിറ്റ് ചെയ്യാണ്, ce.kerala.gov.in. അതിൻ്റെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷനാണ്. ന്യൂ രജിസ്ട്രേഷനിലെ ഭാഗം ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷനിലെ ഭാഗം സ്റ്റെപ്പ് 2 അവിടെ കാണാൻ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷനിലെ ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇതിൽ വലിയൊരു ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല, ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ സാധാരണ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഗെയിമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്, പക്ഷെ നല്ല ശ്രദ്ധ വേണം. ഇപ്പോൾ നമുക്ക് മക്കളെ നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് എന്താ പോയാൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷനിൽ പ്രധാനമായിട്ടും നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നെയിം കൊടുക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ പാരൻസിൻ്റെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പിന്നെ ഒരു നല്ല ശക്തമായ പാസ്വേഡും കൂടെ കൊടുക്കും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ കൃത്യമായിട്ട് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ സെറ്റ് ചെയ്ത് മൈൻഡിൽ ഇതിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെബ്സൈറ്റ് തുറന്ന് ചെയ്തേക്കുക. വളരെ അനായാസം ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു കൺഫ്യൂഷനും ഇല്ല. കൺഫ്യൂഷനുള്ള ഭാഗത്ത് ഞാൻ കൂടുതൽ ഇടപെടുന്നുണ്ട്, ശ്രദ്ധിക്കും. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് കോഴ്സസ് സെലക്ട് ചെയ്യും. ഒരു കാര്യം ഞാൻ പറയട്ടെ, യാതൊരു ധാരണയില്ലാതെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പോകരുത്. കാരണം ആ ചേച്ചി നിങ്ങളോട് ചോദിക്കണം ഏതൊക്കെ കോഴ്സാണ് വേണ്ടത്. അല്ല, കോഴ്സ് ചേച്ചി ഏതെങ്കിലും കൊടുത്തോളൂ. ചേച്ചി അങ്ങനെ ഏതെങ്കിലും കോഴ്സ് കൊടുക്കേണ്ട ആളല്ലല്ലോ. നിങ്ങൾ വ്യക്തമായിട്ട് ഡിസൈഡ് ചെയ്യുക. മക്കൾ എന്തിനൊക്കെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എമൗണ്ട് കൂടും. കാരണം ഇപ്രാവശ്യം എന്ത് ചെയ്ത് ഓരോന്നിനും ഓരോ എമൗണ്ടാണ്. ഫസ്റ്റ് വൺ BTech എഞ്ചിനീയറിംഗ് വേണോ? ഓക്കെ, എനിക്കൊരു എഞ്ചിനീയറിംഗ് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എഞ്ചിനീയറിംഗ് എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, എഞ്ചിനീയറിംഗ്. ആർക്കിടെക്ചർ വേണോ? ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ആർക്കിടെക്ചറിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇതിൽ പരീക്ഷയില്ല. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എന്നുള്ള പരീക്ഷ എഴുതിയിട്ട് അതിൻ്റെ സ്കോർ ഉപയോഗിച്ചിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. പക്ഷെ ഇപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ആർക്കിടെക്ചർ വേണോ? ആർക്കിടെക്ചർ വേണം. ഓക്കെ. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് വേണോ? അതേതാ ചേച്ചി മെഡിക്കൽ അലൈഡ്? നേരത്തെ പറഞ്ഞല്ലേ, ആയുർവേദ, ഹോമിയോ, യുനാനി, പിന്നെ അഗ്രികൾച്ചർ, അതൊക്കെ ഇതിൽ വരും. ഫോറസ്ട്രി, ഫിഷറീസ്, MBBS, BDS, മെഡിക്കൽ വേണോ? വേണം 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 വേണം, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ്. ഓക്കെ. ഇനി ഒരു ചോദ്യം കൂടെ, B.Pharm വേണോ? B.Pharm ഫാർമസി കുഴപ്പമില്ല. ഇപ്പോൾ കോവിഡൊക്കെ വന്നതിന് ശേഷം ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ് ഉഷാറാണ്, കിടന്നോട്ടെ. B.Pharm. ഇതാണ് കോഴ്സ് സെലക്ഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ അത് വ്യക്തമായിട്ടും സ്റ്റെപ്പ് 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെലക്ട് ദ കോഴ്സസ് യു വാണ്ട് ടു അപ്ലൈ ഫോർ. ആ കോഴ്സ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ശരി. പിന്നെ നമുക്കിനി സ്റ്റെപ്പ് 4 പോകുമ്പോൾ എക്സാം സെൻറ്റേഴ്സ്. ഇതിൽ കൺഫ്യൂഷൻ എന്താ? 8 സെൻറ്റേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ കാലിക്കറ്റാണെന്ന് വിചാരിക്കുക. എൻ്റെ ഫസ്റ്റ് സെൻറ്റർ ഞാൻ കാലിക്കറ്റ് സെലക്ട് ചെയ്ത് സ്റ്റെപ്പ് 4 എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നു. എവിടെയാണോ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് ഫസ്റ്റ് സെൻറ്റർ കൊടുക്കേണ്ടത് കേട്ടോ. കാലിക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കാലിക്കറ്റ് 3ാമത്തെ 4ാമത്തെ കൊടുക്കരുത്, ഫസ്റ്റ് കൊടുക്കുക. വല്ല കാരണവശാലും കാലിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലോ കണ്ണൂർ, ഇപ്പോൾ സെക്കൻഡ് കണ്ണൂർ. ഇല്ലെങ്കിൽ വയനാട്, ഏതായാലും ഒന്ന് വയനാടൊക്കെ പോയി വരാം. നമ്പർ 3 വയനാട് കൊടുത്തു. നമ്പർ 4 അടുത്ത് മലപ്പുറം, നമ്പർ 4 മലപ്പുറം. ഇല്ലെങ്കിൽ നമ്പർ 5 തൃശ്ശൂർ. അങ്ങനെ നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തു. അതാണ് 8 സെൻറ്റേഴ്സ്. പക്ഷേ ആദ്യത്തെ സെൻറ്റർ അത് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ സെൻറ്റർ തീർച്ചയായിട്ടും കിട്ടും, അതിന് പേടിക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന സെൻറ്റർ ഫസ്റ്റ് കൊടുക്കുക. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നത്. 5ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നിങ്ങൾ ഫാദറിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിൽ ചോദിക്കുന്നത്. പക്ഷേ അതൊക്കെ സിമ്പിളായിട്ടുള്ള, അതൊക്കെ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു ഡാറ്റ എടുക്കുന്നില്ല. അതിലൊന്നും ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനാണ് 5ാമത്തെ സ്റ്റെപ്പിലുള്ളത്.
മക്കളെ, ഇനി നമ്മൾ ആറാമത്തെ ഡീറ്റെയിലേക്കാണ് പോകുന്നത്. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഡ്രസ്സ്. ഈ അഡ്രസ്സിൽ പ്രസൻറ്റ് അഡ്രസ്സും ഉണ്ട്, പെർമനൻറ്റ് അഡ്രസ്സും ഉണ്ട്. രണ്ട് അഡ്രസ്സും നിങ്ങളുടെ വേറെ വേറെ ആണെങ്കിൽ അത് വ്യത്യാസം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ സെയിം കൊടുക്കുക. അപ്പോൾ ആറാമത്തെ അഡ്രസ്സ് കൊടുക്കുക. പിന്നെ അത് നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സ്റ്റെപ്പ് 6 കൊടുക്കുക. ഇതൊക്കെ നേരത്തെ എടുത്ത് റെഡിയാക്കി വെക്കുന്നത്, നേരത്തെ പറഞ്ഞതാണ്. ഏഴാമത്തേതിലാണ് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. ആ പേജ് ഓപ്പൺ ആവുന്ന സമയത്ത് അക്കാഡമിക് ഡീറ്റെയിൽ, നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാ? +2 അല്ലെ ഹയർ സെക്കൻഡറി ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ സിലബസ് സ്റ്റേറ്റ് സിലബസ് ആണോ CBSE ആണോ, അതിൻ്റെ റോൾ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ CBSE +1 കുട്ടികളാണെങ്കിൽ, അതായത് CBSE ഇപ്പോൾ പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സ്കൂളിൽ നിന്ന് ഒരു റോൾ നമ്പർ കിട്ടും, അത് ചോദിച്ചു കൊടുക്കുക. +2 ഹയർ സെക്കൻഡറി കുട്ടികൾ, കേരള ഹയർ സെക്കൻഡറി കുട്ടികളാണ് ഓൾറെഡി +1 റോൾ നമ്പർ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. റോൾ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏഴാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കൊടുക്കുക. സിലബസ് ഏതാണ്, CBSE ആണോ സ്റ്റേറ്റ് ആണെന്ന് പറയാം. ഇതാണ് ചെയ്യേണ്ടത്. എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണൽ റിസർവേഷൻ ഡീറ്റെയിൽസ്, ഇത് വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം. ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറൽ വിഭാഗം എല്ലാവർക്കും അറിയാം. ഓക്കെ, ശരി. ജനറൽ വിഭാഗം പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റുകളൊന്നും ഹാജരാക്കാനില്ല ജനറൽ വിഭാഗമാണെങ്കിൽ. ഇനി ഞാൻ OBC മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് കരുതട്ടെ. ഇപ്പോൾ ഈ OBC മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എൻ്റെ പാരൻസിന് 2 പേർക്ക് അത്യാവശ്യം നല്ല ഗസറ്റഡ് റാങ്കിലുള്ള ജോലിക്കാരാണ്. അതുകൂടാതെ അവർക്ക് വേറെയും ഇൻകം ഉണ്ട്. അവരുടെ നല്ല ഇൻകം ടാക്സ് ഒക്കെ അടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനം, 2 പാരൻസിൻ്റെ വരുമാനം, 2 പേരുടെയും വരുമാനം വളരെ ഹൈ ആണെങ്കിൽ എനിക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ ജനറൽ എന്ന് കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ OBC മുസ്ലിം വിഭാഗത്തിലായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ വരുമാനം എന്തായിരിക്കണം? കുറവായിരിക്കണം. നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുന്ന ആളായിരിക്കണം. അത് നിങ്ങളുടെ അക്ഷയ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം. കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കിട്ടി ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് ആനുകൂല്യങ്ങൾ, റിസർവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ജനറലായിട്ട് പരിഗണിക്കുന്ന സമയത്ത് കുറച്ച് റാങ്ക് പിറകിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അത് റിസർവേഷൻ കിട്ടാൻ അർഹതയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറി നേരത്തെ തന്നെ കമ്മ്യൂണൽ റിസർവേഷൻ ശ്രദ്ധിക്കുക. 9ാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും നമുക്ക് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആ ബേസിക് ഡീറ്റെയിൽസിനെ തുടർന്ന് 10ാമത്തെ സ്റ്റെപ്പ്, അതൊക്കെ വളരെ എനിക്കൊന്നൊരു 10 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് 9ാമത്തെ ഡീറ്റെയിൽസൊക്കെ. 10ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈനോറിറ്റി NRI ക്വാട്ട. ഈ മൈനോറിറ്റി എന്ന് പറയുന്നത് അത് മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്കും ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുട്ടികൾക്കും മാത്രം ബാധകമാണ്. അതായത് ചില കോളേജുകളിൽ മൈനോറിറ്റി സീറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഗവൺമെൻറ് ചോദിക്കുകയാണ്, അതായത് എൻട്രൻസ് കമ്മീഷൻ ചോദിക്കുകയാണ്, മൈനോറിറ്റി സീറ്റുകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ yes or no കൊടുക്കുക. അപ്പോൾ അതിനൊരു മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അത് ഗവൺമെൻറ് കോളേജിലല്ല കേട്ടോ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൈനോറിറ്റി ക്വാട്ട കൊടുക്കാം. NRI ക്വാട്ടയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. NRI ക്വാട്ട എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ ശ്രദ്ധിക്കുക, NRI ക്വാട്ടേൻ്റെ ഫീസൊക്കെ 20 ലക്ഷം രൂപയുടെ മുകളിലാണ്. സാധാരണ ഫീസിനേക്കാൾ വളരെ കൂടിയ ഫീസാണ്. പക്ഷേ നിങ്ങൾ എന്നാലും കുഴപ്പമില്ല, അപ്ലൈ ചെയ്തേക്കാം. NRI ക്വാട്ട വിദേശത്ത് ഉണ്ട്, അല്ലെങ്കിൽ വിദേശത്താണ് പഠിച്ചതെന്നുകൊണ്ടോ പാരൻസ് വിദേശത്തുള്ളതുകൊണ്ടോ നിങ്ങൾ NRI ക്വാട്ടയിൽ കൊടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. അത് ഫീസ് കൂടിയ സീറ്റുകളാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് എനിക്ക് NRI ക്വാട്ടയും കൂടെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് പ്രോസ്പെക്ട്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കണം. ഇപ്പോൾ NRI ക്വാട്ട എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ ഏത് സ്റ്റെപ്പിൽ ചെയ്യുന്നത്? 10ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. 11ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇൻകം ഡീറ്റെയിൽസ് ആണ്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ്, ഇൻകമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളാണെങ്കിൽ എനിക്ക് ഇൻകത്തിൻ്റെ യാതൊരു കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ ഇൻകം കുറവാണ്, ഞാൻ ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ട കുട്ടിയാണ്, പക്ഷേ ഇൻകം കുറവാണെങ്കിൽ ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതാണ് നല്ലത്. കാരണം കുറഞ്ഞ വരുമാനമുള്ള കുട്ടികൾക്ക് പല ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് നോർമലി നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല നോർമലായിട്ടുള്ള കാറ്റഗറിക്ക്. പക്ഷേ നമുക്ക് കുറഞ്ഞ വരുമാനമുള്ള മുന്നോക്ക വിഭാഗത്തിലെ ആൾക്കാർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇൻകമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുടെ 11ാമത്തെ സ്റ്റെപ്പിൽ കൊടുക്കുന്നത്. 12ാമത്തെ സ്റ്റെപ്പിൽ കൊടുക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ ഈ അടക്കുന്ന ഫീസിൽ എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാനാണ് ബാങ്ക് അക്കൗണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഫാദറിൻ്റെ ബാങ്ക് അക്കൗണ്ട്, മദറിൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 12 സ്റ്റെപ്പുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ 4 സ്റ്റെപ്പുകൾ മാത്രമാണ് ബാക്കി. 13ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ കംപ്ലീറ്റ് നമുക്ക് പ്രിവ്യൂ ആയിട്ട് കാണാം. ഈ പ്രിവ്യൂ ചെക്ക് ചെയ്യണം. സാധാരണ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലേ? ഡാറ്റ തെറ്റാൻ ചാൻസ് ഉണ്ട്. പ്രിവ്യൂ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക.
പ്രിവ്യൂ ചെക്ക് ചെയ്തത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്ക് പോകാം, പേയ്മെൻറ്റ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടി നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡാണ്. അത് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ 14ാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ പേയ്മെൻറ്റ് കൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ആദ്യം നമുക്ക് പേയ്മെൻറ്റ് ഫോട്ടോ ഒക്കെ പറ്റില്ല. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് സൈസിൽ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുണ്ട്, നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് അപ്ലോഡ് ചെയ്യാനുണ്ട്. വ്യക്തമായിട്ട് അവിടെ കാണാം അപ്ലോഡിങ് കാറ്റഗറി, അതിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നെറ്റ്വർക്ക് എററോ അല്ലെങ്കിൽ വളരെയധികം ഇൻ്റർനെറ്റ് ട്രാഫിക് കൂടിയ സമയത്ത് അപ്ലോഡ് പ്രോപ്പറായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പലരും ചെയ്യുന്ന അപ്ലോഡ് ചെയ്തു, അത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ മിസ്മാച്ച് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആയി. പക്ഷേ നിർബന്ധമായും അതിൻ്റെ ഒരു കൺഫർമേഷൻ പേജിൻ്റെ ഫൈനൽ പേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ച് വെക്കുക. ഇത് എവിടത്തേക്ക് സെൻഡ് ചെയ്യേണ്ടതില്ല. പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഈ ഒരു കാര്യം 1-2 പ്രാവശ്യം കണ്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുക. ഇനി ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. പരമാവധി വേഗത്തിൽ ഞാനതിന് മറുപടി നൽകുന്നതായിരിക്കും. ഈ ഒരു ക്വിക്ക് വീഡിയോ ആണ്, വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കമൻറ്റ് സെക്ഷനിലേക്ക് വരിക. നിങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ റെഡിയാണ്. താങ്ക് യു.